Thank you everyone for joining in this live. Thank you for watching. ഇന്ന് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖറോനെയാണ്. അതോടനുബന്ധിച്ച് നമ്മൾ വളരെ മനോഹരമായ ഒരു ലൈവ് പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മാർത്തോമാ ശ്ലീഹായുടെ ഭാരത സഭ, what happened to that church? മാർത്തോമാ ശ്ലീഹായുടെ ഭാരത സഭയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഒറ്റപ്പെട്ട അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് എന്നതൊഴിച്ചാൽ സമഗ്രമായ ഒരു ചരിത്ര പഠനം നടന്നിട്ടില്ല എന്ന് വേണം പറയുന്നത്. ആ ഒറ്റപ്പെട്ട പഠനങ്ങളിൽ നിന്ന് നമുക്ക് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. നമ്മളിന്ന് മാർത്തോമാ ശ്ലീഹായെ അനുസ്മരിക്കുമ്പോൾ ഭാരതത്തിലേക്ക് സുവിശേഷവുമായി ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരിൽ 2 പേരാണ് പോകുന്നത്. സഭാചരിത്രകാരനായ യൗസേബിയോസിന്റെ വാക്കുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ശിഷ്യനായ ബർത്തലോമായും തോമാസും ഇന്ത്യയിലേക്ക് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബാർ എന്ന് പറയുന്നത് മകനാണ്. ബർത്തലോമായി എന്ന് പറഞ്ഞാൽ തൊലോമായിയുടെ മകനായ ബർത്തലോമായി. ഈ ബർത്തലോമായിയാണ് നമ്മൾ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ ആരംഭഭാഗത്ത് ഫിലിപ്പോസ് യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത്. നഥാനിയേൽ എന്ന പേരുള്ള, നീ അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു, ഇവനിൽ കപടമില്ല, ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ എന്ന് ക്രിസ്തുവിനാൽ സാക്ഷ്യം ലഭിച്ച ശിഷ്യൻ. നിർഭാഗ്യവശാൽ ബർത്തലോമായി അനുസ്മരിക്കപ്പെടുന്നില്ല. ആ പരിശുദ്ധൻ ജീവനോടെ തൊലി ഉരിക്കപ്പെട്ടാണ് കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തെ കോപ്റ്റിക് സഭ അനുസ്മരിക്കുന്നുണ്ട്. കോപ്റ്റിക് കലണ്ടർ ആരംഭിക്കുന്നത് ബർത്തലോമായി അനുസ്മരിച്ചുകൊണ്ടാണ്. മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖറോന ദിവസം മാർത്തോമാ ശ്ലീഹായെ അനുസ്മരിക്കുന്നതിനോടൊപ്പം ബർത്തലോമായിയെയും നമ്മൾ അനുസ്മരിക്കുന്നു. പരിശുദ്ധനായ ബർത്തലോമായിയുടെ പ്രാർത്ഥനകളും നമുക്ക് കോട്ടയായിരിക്കട്ടെ. ജീവനോടെ തൊക്കുരിയപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ച, അനുസ്മരിക്കപ്പെടാതെ വിസ്മരിക്കപ്പെട്ട ആ പരിശുദ്ധ അപ്പോസ്തലനെ നമുക്ക് ഓർക്കാം. വടക്കേ ഇന്ത്യയിലേക്ക് മാർത്തോമാ ശ്ലീഹ പോകുന്ന സമയത്ത് കർണാടകയിലാണ് ബർത്തലോമായി പ്രവർത്തനങ്ങളെ നടത്തി. ബർത്തലോമായി എത്തിയത് കർണാടകയിലാണ്. ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾസ് എന്ന ഒരു ഗ്രന്ഥമുണ്ട്. ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ദിനവൃത്താന്ത പട്ടികകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥമാണ് ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ. അതില്
ആ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കതിലൊരു ചരിത്രം നമുക്ക് വായിക്കാൻ പറ്റും. ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾസിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. AD 883, AD 883, this year the army went up to Scheldt to Conde and sat there 1 year. And Marinus, the Pope then sent Lignum Domini to King Alfred. And that same year, Sigel and Athelstan carried to Rome the arm which the king had vowed to send thither, and also to India, to Saint Thomas and to Saint Bartholomew, when they sat down against army at London. And there, thanks be to God, they largely obtained the object of their prayer after the vow. ഇത് നമ്മൾ കാണുന്ന ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾസ് ആണ്. ഇത് AD 883 AD 883 ആൽഫ്രഡ് രാജാവ് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് യുദ്ധം വിജയിക്കാൻ ഇന്ത്യയിലേക്ക് സെയിന്റ് തോമസിന്റെ കബറിടത്തിലേക്കും സെയിന്റ് ബർത്തലോമായ്ക്കും ഇന്ത്യയിലെ 2 അപ്പോസ്തലന്മാർക്ക് നേർച്ച കൊടുത്തു വിടുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബ്രിട്ടീഷ് രാജകുടുംബത്തിന് സെയിന്റ് തോമസ് ഇന്ത്യയിൽ വന്നു എന്നും മൈലാപ്പൂരിൽ രക്തസാക്ഷിയായി എന്നും നല്ല ബോധ്യമുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ചരിത്രകാരൻ, പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ഇൻറ്റോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, വിൻസെന്റ് സ്മിത്ത്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് സെയിന്റ് തോമസ് ഇന്ത്യയിൽ വന്നില്ല എന്ന് വിശ്വസിക്കാൻ യാതൊരു കാരണവുമില്ലെന്നാണ്. കാരണം അത്രമാത്രം തെളിവുകൾ സെയിന്റ് തോമസിന്റെ ഭാരത സന്ദർശനത്തിന് ഉണ്ട് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു. സെയിന്റ് തോമസ് ഇന്ത്യയിൽ വന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ വന്നപ്പോൾ, സെയിന്റ് തോമസിന്റെ 1ാമത്തെ ഭാരത സന്ദർശനം ഉത്തരേന്ത്യയിലേക്കായിരുന്നു. അത് സംഭവിച്ചത് AD 32 20 വർഷങ്ങൾക്ക് ശേഷം താൻ കേരളത്തിലേക്ക് വരുന്നത് AD 52 സെക്കൻഡ് ട്രിപ്പിലാണ് കേരളത്തിലെത്തുന്നത്. വീണ്ടും 20 വർഷത്തിന് ശേഷം AD 72 അദ്ദേഹം രക്തസാക്ഷിത്വം വരിക്കുന്നത്. ഇതാണ് സെയിന്റ് തോമസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അദ്ദേഹം കേരളത്തിൽ 7 അരപ്പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് പാരമ്പര്യം പറയുന്നത്. ചില ആളുകളത് 7.5 പള്ളി സ്ഥാപിച്ചു എന്നൊക്കെ പിൽക്കാലത്ത് പറയാറുണ്ടെങ്കിലും 7 അരപ്പള്ളികൾ സ്ഥാപിച്ചു. മാർത്തോമൻ ക്രിസ്ത്യാനികൾ, സെയിന്റ് തോമസ് ക്രിസ്ത്യൻസ്, ചരിത്രത്തിന്റെ ഒരു നിയോഗമായിരിക്കാം
അന്ന് അദ്ദേഹം 7 പള്ളികളാണ് സ്ഥാപിച്ചെങ്കിൽ ഇന്ന് മാർത്തോമൻ ക്രിസ്ത്യാനികൾ 7 വിഭാഗങ്ങളായി പിരിഞ്ഞു നിൽക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ, മലങ്കര യാക്കോബായ സുറിയാനി സഭ, സീറോ മലബാർ ചർച്ച്, സീറോ മലങ്കര ചർച്ച്, മാർത്തോമ ചർച്ച്, സെയിന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച്, പിന്നെ ചർച്ച് ഓഫ് ഈസ്റ്റ്, കൽഡായ സുറിയാനി സഭ, ഇങ്ങനെ 7 വിഭാഗങ്ങളായിട്ട് നിൽക്കുക. സ്വതന്ത്ര സുറിയാനി സഭ, തൊഴിയൂർ സഭ വേണമെങ്കിൽ ഗണിക്കാവുന്നതാണ്. ഇങ്ങനെ പല വിഭാഗങ്ങളായിട്ട് ഒരു ചെറിയ സമൂഹം പിരിഞ്ഞ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു. യഥാർത്ഥത്തിൽ ഉത്തര കേരളത്തിലായിരുന്നു ക്രിസ്ത്യാനിത്വത്തിന്റെ കളിത്തൊട്ടിൽ. ആദിമ നൂറ്റാണ്ടുകളിലെ കേരളത്തിലെ ജനവാസവും സംസ്കാരവും എല്ലാം തന്നെ ഉത്തര കേരളത്തിലായിരുന്നു. ആദ്യ നൂറ്റാണ്ടിലെ ചരിത്രങ്ങളും പുരാവസ്തു രേഖകളും അവശിഷ്ടങ്ങളും ഒക്കെ ദക്ഷിണ കേരളത്തിൽ അന്വേഷിക്കുന്നവർ നിരാശരാകുന്നതുകൊണ്ടാണ്. മലബാറിൽ വലിയ ക്രിസ്തീയ സഭയുണ്ടായിരുന്നു. വാട്ട് ഹാപ്പൻ ടു ദാറ്റ് ചർച്ച്? മലബാറിലെ സഭയ്ക്ക് എന്താണ് സംഭവിച്ചത്? മലബാറിലെ ക്രിസ്ത്യാനികൾക്ക് എന്താണ് സംഭവിച്ചത്? മലബാറിലെ ക്രിസ്ത്യാനികൾ എവിടെ പോയി മറഞ്ഞു എന്നുള്ളതാണ് ചോദ്യം. പ്രശസ്ത ചരിത്രകാരനായ ഫ്രാൻസിസ് ബുക്കാനന്റെ കേരള ഓഫ് ഫ്രാൻസിസ് ബുക്കാനൻ, അതിൽ നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈത്തോ ദി മിലിബാർ, മലബാറിന്റെ സഭയ്ക്ക് എന്താണ് സംഭവിച്ചത്? മലബാറിനെ ആക്രമിച്ച ടിപ്പു സുൽത്താൻ 2 ഓപ്ഷനാണ് ജനങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഒന്നുകിൽ ഇസ്ലാമിനെ വരിക്കുക, അല്ലെങ്കിൽ മരണം വരിക്കുക. നിർബന്ധിതമായ മതപരിവർത്തനത്തിന് അവർ വിധേയരായി. അതുകൊണ്ടാണ് മലബാറിൽ ഇന്നും മാപ്പിളമാർ ഉള്ളത്. തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികളെ മാപ്പിളമാർ എന്ന് വിളിക്കുമ്പോൾ മലബാറിൽ മുസ്ലിങ്ങൾ മാപ്പിളമാർ എന്നറിയപ്പെടും. കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് നിർബന്ധിതമായി മതപരിവർത്തനത്തിന് വിധേയപ്പെട്ടവരാണ്. മാർത്തോമാ ശ്ലീഹായുടെ മലബാറിലെ സഭയ്ക്ക് സംഭവിച്ചതാണ്. മലബാറിൽ 7 ലക്ഷത്തോളം ക്രൈസ്തവരും 1 ലക്ഷം ഹൈന്ദവരും മതമാറ്റത്തിന് വിധേയരായി. അങ്ങനെയാണ് മലബാറിൽ ക്രിസ്ത്യാനികൾ ഇല്ലാതെയായത്. 16-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ, അതായത് AD 1550-കളിൽ സർവേ അനുസരിച്ച് മലബാറിൽ 40,000-നും 50,000-നും ഇടയ്ക്ക് ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടിൽ മലബാർ സന്ദർശിച്ച ഫ്രാൻസിസ് ബുക്കാനന് വളരെ കുറച്ച് ക്രൈസ്തവരെ മാത്രമേ മലബാറിൽ കാണാൻ കഴിഞ്ഞുള്ളൂ. അത് 16-ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗത്ത് 50,000-ഓളം ക്രൈസ്തവരുണ്ടായിരുന്ന ഒരു റീജിയനിൽ ഏകദേശം 250 വർഷം കഴിയുമ്പോഴും വിരലിലെണ്ണാവുന്ന ക്രൈസ്തവർ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. ഫ്രാൻസിസ് ബുക്കാനൻ പാലക്കാട്ടെ
13 നസ്രാണി കുടുംബങ്ങളെക്കുറിച്ചും കുന്നംകുളത്തെ ക്രിസ്ത്യൻ പള്ളിയെക്കുറിച്ചും കുന്നംകുളത്തെ ക്രിസ്ത്യാനികളെക്കുറിച്ചും ഫ്രാൻസിസ് ബുക്കാനൻ എഴുതിയിട്ടുണ്ട്. കുന്നംകുളത്തെ ടിപ്പു സുൽത്താൻ ആക്രമിച്ച സ്ഥലമാണ്. കുന്നംകുളം ദേശം മാർത്തോമാ ശ്ലീഹായാൽ അനുഗ്രഹിക്കപ്പെട്ട ദേശം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വെള്ളമില്ലാതിരുന്നൊരു കുന്നുംപുറത്ത് അദ്ദേഹത്തിന്റെ അനുഗ്രഹഫലമായി ഉറവയുണ്ടാവുകയും അവിടെ ഒരു പള്ളി ഉണ്ടാവുകയും ചെയ്തു എന്നൊക്കെയാണ് പഴമ പറയുന്നത്. എന്നാൽ കുന്നംകുളത്ത് പിന്നെ ആർത്താറ്റു പള്ളി ടിപ്പു സുൽത്താൻ ആക്രമിക്കുമ്പോൾ ആർത്താറ്റു പള്ളിയിലെ വിശുദ്ധ പുളിപ്പിനെ സൂക്ഷിക്കാൻ വേണ്ടി മദ്ബഹായിലേക്ക് പോയ പുരോഹിതനെ മദ്ബഹായിൽ വെച്ച് തന്നെ വെട്ടിക്കൊലപ്പെടുത്തുകയും രക്തം വീണ് അശുദ്ധമായ മദ്ബഹായുടെ ആ ഭാഗം വെട്ടിമുറിച്ചു മാറ്റുകയും തുടർന്ന് അവിടെ കുർബാന നടത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ മദ്ബഹ വെട്ടിമുറിക്കപ്പെട്ട ഒരു പള്ളി. അന്ന് അവിടുത്തെ ക്രിസ്ത്യാനികൾ ടിപ്പുവിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന വിവിധ തരത്തിലുള്ള പീഡനങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ആ പീഡനങ്ങളുടെ സ്മാരകമായിട്ടുള്ള പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന പലഹാരങ്ങളൊക്കെ അവിടെ പെരുന്നാളിന് ആ ഓർമ്മ നിലനിർത്തേണ്ടതിന് വേണ്ടി അവർ ആചരിച്ചു പോരുന്നുണ്ട്. മലബാറിലെ ക്രൈസ്തവ സഭ വലിയ പീഡനത്തിലൂടെ കടന്നുപോയി. ആ പീഡനത്തെ തുടർന്ന് കുറച്ച് ആളുകൾ തിരുവിതാംകൂറിലേക്ക് പലായനം ചെയ്യുകയും കുറച്ച് ആളുകൾ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാവുകയും വളരെയധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. ടിപ്പുവിന്റെ പിതാവ് ഹൈദരാലി 1780 തലശ്ശേരിയിലെ ബ്രിട്ടീഷ് കേന്ദ്രത്തെ ആക്രമിച്ചു. അത് ഹൈദരാലിയുടെ മരണത്തിന് 2 വർഷം മുമ്പാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബോംബെ യൂണിറ്റ് തലശ്ശേരിയിലെ കോട്ടയുടെ സഹായത്തിനായി എത്തി. ജനറൽ മാത്യൂസ് ആയിരുന്നു ബോംബെയിൽ നിന്നുള്ള യൂണിറ്റിനെ നയിച്ചിരുന്നത്. എന്നാൽ ടിപ്പുവിന്റെ സൈന്യം ദയനീയമായി മാത്യൂസിന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തി. ബോംബെയിൽ നിന്ന് കൊങ്കൺ വഴിയാണ് മാത്യൂസിന്റെ സൈന്യം തലശ്ശേരിയിലേക്ക് വന്നത്. പോരുന്ന വഴിക്ക് അവർ ഹോണോവർ, രാജമുണ്ട്രി, കൂന്താപ്പൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ടിപ്പുവിന്റെ കേന്ദ്രങ്ങളെ ആക്രമിച്ചു കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് അവർ തലശ്ശേരിയിലെത്തിയത്. എന്നാൽ വലിയ സൈന്യവുമായി ടിപ്പു സുൽത്താൻ ജനറൽ മാത്യൂസിനോട് ഏറ്റുമുട്ടുകയും പരിപൂർണമായി മാത്യൂസിനെ തോൽപ്പിക്കുകയും ചെയ്തു. അവിടെ നിന്ന് മാത്യൂസിന്റെ അവശേഷിച്ച ഭടന്മാരെ പിടിച്ച് ബാംഗ്ലൂർ ശ്രീരംഗപട്ടണം റോഡ് വഴി ടിപ്പു സുൽത്താൻ നടത്തിക്കൊണ്ടുപോയി. ആ കൂടെ മലബാർ പ്രദേശത്തുള്ള വലിയ ഒരു കൂട്ടം ക്രൈസ്തവരെയും അറസ്റ്റ് ചെയ്ത് വഴിയെ നടത്തി. കൈകൾ പുറകിൽ കെട്ടി മൂക്കും ചെവിയും അരിഞ്ഞു കളഞ്ഞാണ് അവരെ വഴിയെ നടത്തിക്കൊണ്ടുപോയത്. മലബാറിലെയും കൊങ്കൺ പ്രദേശത്തെയും മുഴുവൻ ക്രൈസ്തവരെയും അറസ്റ്റ് ചെയ്ത് ശ്രീരംഗപട്ടണത്തിലേക്ക് നാട് കടത്തണമെന്ന് ടിപ്പു സുൽത്താൻ നിർദ്ദേശം നൽകി. തിരുവിതാംകൂറിലേക്ക് പലായനം ചെയ്യുവാൻ സഹായിച്ചതിന് പ്രത്യുപകാരമായി ക്രിസ്ത്യാനികൾ ജനറൽ മാത്യൂസിന് 3,30,000 രൂപ വായ്പയായി നൽകി എന്ന വിവരം ടിപ്പു സുൽത്താൻ അറിഞ്ഞിരുന്നു. അതുപോലെ കോലത്തിരി നാടിന്റെ ഭരണകർത്താക്കളായിരുന്ന ചിറക്കൽ രാജകുടുംബവും
ഭൂപ്രഭുക്കന്മാരും അത് ഹൈന്ദവരാണ്. പിന്നെ ചില ക്രിസ്തീയ കുടുംബങ്ങളും എല്ലാം ചേർന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 20 ലക്ഷം രൂപ നൽകിയിരുന്ന അവരെ മലബാറിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന പോലെയാണ് അന്ന് മലബാറിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് പോകുന്നത്. ഇപ്പോൾ കലാപ കലുഷിതമായിരിക്കുന്ന ആഫ്രിക്കയിലെ റുവാണ്ടയോ ബെറുണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ഇറാഖോ സിറിയയോ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ ഫ്രാൻസിലേക്ക് ഒക്കെ നമുക്കറിയാം, പിന്നെ യൂറോപ്പിലോട്ടൊക്കെ ബോട്ടിലൊക്കെ അഭയാർത്ഥികൾ പോകുന്നത്. അതുപോലെ രക്ഷിച്ചു കൊണ്ടുപോകുന്നതിന് അന്ന് മലബാറിൽ ടിപ്പു സുൽത്താന്റെ സൈന്യത്തോട് ഏറ്റുമുട്ടിയാൽ വിജയിക്കില്ല, മതം മാറാൻ മനസ്സുമില്ല, പിന്നെ നാട് കടക്കുക എന്നുള്ള ഒരു ഓപ്ഷന് വേണ്ടി തങ്ങളെ നാട് കടത്താൻ 20 ലക്ഷം രൂപ അന്ന് കൊടുത്തു എന്നുള്ള ഒരു ടിപ്പു സുൽത്താൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനികളെ കൂട്ടത്തോടെ കൊല ചെയ്യുവാൻ ടിപ്പു സുൽത്താൻ ഉത്തരവിട്ടത്. അതിനെ തുടർന്ന് ഇവരെ വഴിയെ നടത്തിക്കൊണ്ടുപോയി പോകുന്ന വഴിക്കെല്ലാം അവരെ ഉപദ്രവിച്ചു. തടവിലാക്കിയ ജനറൽ മാത്യൂസിന് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് നൽകി മാത്യൂസിനെ കൊല്ലാൻ. തന്നെ ടിപ്പു സുൽത്താൻ കൊല്ലും എന്നറിഞ്ഞിരുന്ന മാത്യൂസ് താൻ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്ലേറ്റുകളുടെ പുറകുവശത്ത് ഫോർക്ക് ഉപയോഗിച്ച് നടന്ന സംഭവങ്ങൾ കോറി വെച്ചിരുന്നു. ചരിത്രത്തിൽ അവശേഷിപ്പില്ലാതെ ടിപ്പുവിന്റെ തടവിൽ താൻ കൊല്ലപ്പെടാൻ പോവുകയാണെന്നറിഞ്ഞ് അദ്ദേഹം ആ പ്ലേറ്റിൽ നടന്ന സംഭവങ്ങൾ രേഖപ്പെടുത്തി വെച്ചു. ജനറൽ മാത്യൂസിന്റെ മരണശേഷം ഈ മലബാർ നസ്രാണികളിൽ നിന്ന് താൻ 3,30,000 രൂപ വാങ്ങിയിട്ടുണ്ടെന്നും ആ പ്ലേറ്റിൽ മാത്യൂസ് എഴുതി. മാത്യൂസിന്റെ മരണശേഷം മറ്റൊരു ഇംഗ്ലീഷ് തടവുകാരൻ ജെയിംസ് കറി എന്ന് പറഞ്ഞ ഒരു തടവുകാരനുണ്ടായിരുന്നു. അദ്ദേഹം കൊല്ലപ്പെടാതിരിക്കാൻ ഇസ്ലാം മതം സ്വീകരിച്ചു. അദ്ദേഹത്തെ ഷൻഖാൻ എന്ന ഒരു പേരിട്ട് മുസ്ലിമാക്കി ഒരു വിവാഹവും കഴിപ്പിച്ചു. ടിപ്പു സുൽത്താന്റെ മരണശേഷം താൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇംഗ്ലണ്ടിലെത്തി ക്യാപ്റ്റിവിറ്റി, സഫറിങ് ആൻഡ് എസ്കേപ്പ് എന്നൊരു പുസ്തകം രചിച്ചു. ആ പുസ്തകത്തിൽ ഈ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി അദ്ദേഹം ജനറൽ മാത്യൂസ് പ്ലേറ്റിന്റെ പുറകിൽ എഴുതിയിരുന്ന കാര്യങ്ങൾ ആ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദ ക്യാപ്റ്റിവിറ്റി, സഫറിങ് ആൻഡ് എസ്കേപ്പ് ഇൻ ഡൊമിനിയൻസ് ഓഫ് ഹൈദർലി ആൻഡ് ടിപ്പു സുൽത്താൻ എന്ന ഗ്രന്ഥത്തിൽ ഈ ക്രൂരതകളെ വിവരിച്ചിട്ടുണ്ട്. ബലമായി മുസ്ലിങ്ങളാക്കിയ ക്രൈസ്തവരെ തന്റെ സൈന്യത്തിൽ ചേർക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്തു. ക്രിസ്ത്യാനികളുടെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും കുഞ്ഞുങ്ങളെ കൊല്ലുകയും ചെയ്തു തുടങ്ങിയുള്ള ധാരാളം ക്രൂരതകളെ കുറിച്ച് ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് മാർത്തോമാ ശ്ലീഹായുടെ ഭാരതസഭയിൽ നോർത്ത് കേരള മലബാറിൽ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത് മെമ്മോയിഴ്സ് ഓഫ് ടിപ്പു സുൽത്താൻ നമ്മളിവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ടിപ്പു സുൽത്താന്റെ ക്രൂരതകളെ കുറിച്ച് അദ്ദേഹം ക്രൈസ്തവരെയും ഹൈന്ദവരെയും കൊല്ലുകയും മതപരിവർത്തനത്തിന് വിധേയരാക്കുകയും ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവുകൾ നമുക്ക് ഈ ഗ്രന്ഥത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ചരിത്രത്തിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടത് ആവശ്യമാണ്. മാർത്തോമാ ശ്ലീഹായുടെ ഇന്ത്യൻ സഭയ്ക്ക്
എന്താണ് സംഭവിച്ചത്? വലിയ പീഡനങ്ങളെ നേരിട്ടു കേരളത്തിലെ മലങ്കരയിലെ സഭ. മലങ്കര സഭയെ ഇല്ലാതെയാക്കുവാൻ ആസുര ശക്തികൾ പല വിധത്തിലും പല തരത്തിലും പരിശ്രമിച്ചു. വാസ്കോഡി ഗാമ സുറിയാനി ക്രിസ്ത്യാനികളെ സഹായിക്കാമെന്ന് വാക്കുകൊടുക്കുകയും അവരെ വഞ്ചിക്കുകയും ഒറ്റിക്കൊടുക്കുകയും അവരെ നശിപ്പിച്ചില്ലാതെയാക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു. പല വിധത്തിലുള്ള പീഡനങ്ങളാണ് മലബാറിലെ സഭ ഏറ്റത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, മലങ്കരയിലെ സഭയ്ക്ക് പീഡനങ്ങൾ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ സേഫ് ആയിരുന്നു. മലങ്കരയിലെ സഭ അതിക്രൂരമായി അതികഠിനമായി പീഡിപ്പിക്കപ്പെട്ട ഒരു സഭയാണ്. ചരിത്രം രേഖപ്പെടുത്താതെ പോയതുകൊണ്ട് അനുസ്മരിക്കപ്പെടാതെ പോകുന്ന ആയിരക്കണക്കിന് രക്തസാക്ഷികളുള്ള ഒരു സഭയാണ് മലങ്കര സഭ. സിറിയയിലെയും ഇറാഖിലെയും റോമൻ സാമ്രാജ്യത്തിന്റെ പടിഞ്ഞാറൻ പ്രവിശ്യകളിലെയും ഒക്കെ ലക്ഷക്കണക്കിന് രക്തസാക്ഷികൾ പോലെ തന്നെ അതികഠിനമായി പീഡിപ്പിക്കപ്പെട്ടതാണ് മാർത്തോമാ ശ്ലീഹായുടെ സഭയും. മാർത്തോമാ ശ്ലീഹായുടെ ഇന്ത്യൻ സഭ എക്സെപ്ഷൻ ഒന്നുമല്ല, പീഡിപ്പിക്കപ്പെട്ടു, മതപരിവർത്തനത്തിന് വിധേയപ്പെട്ടു, പലായനം ചെയ്യുവാൻ നിർബന്ധിതരായി. തങ്ങളുടെ പള്ളികളും തങ്ങളുടെ വാസസ്ഥലങ്ങളുമൊക്കെ ഉപേക്ഷിച്ച് കടന്നു പോകേണ്ടി വന്നു. തിരുവിതാംകൂറിലേക്ക് അവർ പോന്നു. അങ്ങനെയാണ് മലബാറിൽ ഇസ്ലാം ഭൂരിപക്ഷം ഉണ്ടായത്. പിന്നീടാണ് നമ്മൾ ഇപ്പോൾ വിവാദമായിരിക്കുന്ന മാപ്പിള ലഹള, 1920കളിൽ നടന്ന മാപ്പിള ലഹള ടിപ്പു സുൽത്താന്റെ കാലത്ത് നടന്നതിന്റെ തനിയാവർത്തനമായിരുന്നു. ഇക്കുറി മലബാറിൽ അവശേഷിച്ചിരിക്കുന്നത് വളരെ കുറച്ച് ക്രൈസ്തവർ മാത്രമായതുകൊണ്ട് പീഡനങ്ങൾക്കും ഉന്മൂലനത്തിനും പരിവർത്തനത്തിനും വിധേയരാക്കപ്പെട്ടത് ഹൈന്ദവരായിരുന്നു. അങ്ങനെ മലബാറിലെ ഹൈന്ദവ സാന്നിധ്യം ഗണ്യമായി കുറഞ്ഞു. പിന്നീട് ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും സ്വാധീന മേഖല തിരുവിതാംകൂറും കൊച്ചിയുമായിരുന്നു. എന്നാൽ ഈ ആധുനിക കാലത്ത് ആ സ്വാധീനം കുറയുകയാണ്. കേരളത്തിലെ സാമൂഹിക ജീവിതത്തിൽ, രാഷ്ട്രീയ രംഗത്ത്, വാണിജ്യ രംഗത്ത് ക്രൈസ്തവരുടെയും ഹൈന്ദവരുടെയും സാന്നിധ്യം, സ്വാധീനം ഇല്ലാതെയാവുകയാണ്. ലോകത്തെല്ലായിടത്തും സംഭവിക്കുന്നത് തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആഗോളതലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ് തുർക്കിയിലെ പുരാതന ക്രൈസ്തവ ദേവാലയമായിരുന്ന ഹാഗിയ സോഫിയ. ഓർത്തഡോക്സ് സഭയുടെ 1600 വർഷം പഴക്കമുള്ള ഒരു ദേവാലയമാണ് ഹാഗിയ സോഫിയ. ആ ദേവാലയത്തെ മുസ്ലിം പള്ളിയാക്കി മാറ്റുവാൻ ഇപ്പോഴത്തെ തുർക്കി ഭരണാധികാരി തീരുമാനിച്ചിരിക്കുകയാണ്. ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം, അദ്ദേഹത്തെ പിന്മാറ്റണം എന്നൊക്കെ പറഞ്ഞ് യുനെസ്കോ അത് ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പിന്മാറ്റുവാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞ് പ്രസിഡന്റ് ട്രംപിനെ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇതെവിടെ നോക്കുക, ഈ വാർത്ത നോക്കുക. ഇതാണ് ഹാഗിയ സോഫിയ. നിങ്ങൾ ഈ പള്ളിയെ കാണും. ഇതൊരു ഓർത്തഡോക്സ് പള്ളിയാണ്. 1600 വർഷം പഴക്കമുള്ള ഓർത്തഡോക്സ് പള്ളി. നമ്മൾ കേരളത്തില് പിറവം പള്ളിക്കും കോതമംഗലം പള്ളിക്കും വേണ്ടി തമ്മിലടിക്കുന്ന സുറിയാനി ക്രിസ്ത്യാനികൾ ഈ പള്ളി കാണുക. ഇതുപോലൊരു പള്ളി കേരളത്തിലുണ്ടോ? ഇത്രയും ഉള്ള ഒരു പള്ളി കേരളത്തിലുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. 1600 വർഷം പഴക്കമുള്ള ഓർത്തഡോക്സ് പള്ളിയാണ് ഇപ്പൊ മോസ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു.
ഒറ്റ കാരണമേ ഉള്ളൂ. തുർക്കിയിലും ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമായിരുന്നു. തുർക്കിയിലെ ക്രിസ്ത്യാനികൾക്ക് എന്താണ് സംഭവിച്ചത്? അവർ വായുവിൽ അലിഞ്ഞില്ലാതെയായതല്ല, അവരും അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും കൂട്ടമായി കൊല്ലപ്പെടുകയും അവശേഷിച്ചിരുന്നവർ മതപരിവർത്തനത്തിന് വിധേയരാവുകയും ചെയ്തു. വെളിപ്പാട് പുസ്തകം എന്ന ബൈബിളിലെ അവസാന ഗ്രന്ഥത്തിൽ 7 സഭകൾക്കുള്ള കത്തുകൾ കാണാം. ആ 7 സഭകൾ തുർക്കി എന്ന രാജ്യത്തുണ്ടായിരുന്നതാണ്. അതിലൊന്നുപോലും അവശേഷിക്കാതെ മുഴുവൻ സഭകളെയും ഇല്ലാതാക്കി കളഞ്ഞു. സുറിയാനി സഭയ്ക്ക് 10,000-ലധികം പള്ളികളുണ്ടായിരുന്നു. അവയിൽ ഒരു പള്ളി പോലും ഇല്ലാതെയായി. താഴികക്കുട നിർമ്മാണ ശൈലി ഓർത്തഡോക്സ് നിർമ്മാണ മാതൃകയാണ്. ഓർത്തഡോക്സ് സഭാപിതാക്കന്മാർക്ക് സ്വർഗീയ മാതൃക ഭൂമിയിൽ നിർമ്മിക്കുവാൻ അവർക്ക് ലഭിച്ച ദർശനമനുസരിച്ച് അവർ അവലംബിച്ച നിർമ്മാണ മാതൃകയാണ്. ആ നിർമ്മാണ ശൈലി പോലും അവരിൽ നിന്ന് അപഹരിക്കപ്പെട്ടു. ഇതാണ് സംഭവിച്ചത്. മാർത്തോമാ ശ്ലീഹായുടെ ഇടവകയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചത്. ഇന്ന് തിരുവിതാംകൂറിൽ അവശേഷിച്ചിരിക്കുന്ന മാർത്തോമൻ ക്രൈസ്തവർ തങ്ങളുടെ പൂർവസൂരികളെ വിസ്മരിക്കാതെ, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും വിഭാഗീയതയും കിടമത്സരവും തമ്മിൽ കലഹങ്ങളുമായി നശിക്കുമ്പോൾ ഈ ദുഃഖ്രോനോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? നമുക്ക് ദുഃഖ്രോനോ നൽകുന്ന സന്ദേശം. മൈലാപ്പൂരിൽ രക്തസാക്ഷിയായ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കേരളത്തിലെ ഇസ്ലാമൈസേഷനെ പറ്റി, ആഗോള തലത്തിൽ ഇസ്ലാമിക ഭീകരതയ്ക്ക് കൈകൊടുത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇടതുപക്ഷ ചിന്തകരിൽ നമ്മൾ കാണുന്നത്. ആഗോളതലത്തിലെ ഇടതുപക്ഷ ചിന്തകന്മാർ എല്ലായ്പ്പോഴും ഇസ്ലാമിക ഭീകരതയെ ഗോപ്യമായി മറയ്ക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ലോക നേതാക്കളിൽ പലരും ഇടതുപക്ഷ ചിന്തകരാണ്. നിങ്ങൾ ഈ ഇടതുപക്ഷ ചിന്തകരെന്ന് പറയുമ്പോൾ വഞ്ചനാപരമായ ഒരു സമീപനമാണ് നമ്മൾ അവരിൽ കാണുന്നത്. കാരണം അവരെല്ലാം ബില്യനേഴ്സാണ്, നേതാക്കന്മാർ. ചൈനയും റഷ്യയും ഒക്കെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ് എന്ന് പറയുകയും, പക്ഷേ ലോക ശതകോടീശ്വരന്മാരുടെയും സഹസ്രകോടീശ്വരന്മാരുടെയും പട്ടിക എടുത്താൽ അതിൽ ചൈനക്കാരെയും റഷ്യക്കാരെയും നമുക്ക് കാണാം. അപ്പോൾ തന്നെ അവരുടെ പ്രത്യയശാസ്ത്രത്തോട് തെല്ലും ആത്മാർത്ഥത ഇല്ലാത്ത ചിന്തകന്മാരാണ് അവർ, നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഇടതുപക്ഷ ചിന്തകന്മാർ അവര് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് പ്രയത്നിക്കുന്നത്: ക്രിസ്ത്യാനിത്വത്തെ ഭൂമുഖത്തു നിന്ന് ഇല്ലാതെയാക്കുക. മറ്റൊരാശയത്തോടോ മറ്റൊരു ചിന്താധാരയോടോ മറ്റൊരു ഫിലോസഫിയോടോ അവർക്ക് യാതൊരു പിണക്കവുമില്ല. ഇപ്പൊ ക്രിസ്ത്യാനിത്വത്തിന്റെ ശത്രു ആരാണ്? ക്രിസ്ത്യാനിത്വത്തിന്റെ ശത്രു, ക്രിസ്ത്യാനിത്വത്തിന്റെ ശത്രുക്കളാണ് ഇവരെല്ലാം. ഇവരെല്ലാം അച്യുതന്റെ ശക്തികളാണ്. പ്രൊട്ടസ്റ്റന്റിനിസം ക്രിസ്ത്യാനിത്വത്തിന്റെ ശത്രുവാണ്. ഒറ്റ നോട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കും പ്രൊട്ടസ്റ്റന്റിനിസം ബൈബിൾ പ്രചരിപ്പിക്കുന്നു, ക്രിസ്ത്യാനിത്വത്തെ സഹായിക്കുന്നു. സത്യത്തിൽ ക്രിസ്ത്യാനിത്വത്തെ ഇല്ലാതാക്കുന്ന, നശിപ്പിക്കുന്നതാണ് പ്രൊട്ടസ്റ്റന്റിനിസം. ഒരു വാക്യം കണ്ടാൽ ഉടനെ അതിനെ വ്യാഖ്യാനിക്കുക, അതിന്റെ പിന്നാലെ പോവുക, സിനിമ പിടിക്കുക. പ്രൊട്ടസ്റ്റന്റുകാരുടെ പരിപാടിയാണ്. സായിപ്പുമാരാണ് ചെയ്തത്, പാശ്ചാത്യർ. എത്ര സിനിമ പിടിച്ച യേശുവിനെ കുറിച്ചും അപ്പോസ്തലന്മാരെ കുറിച്ചും, ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ബിബ്ലിക്കൽ ഹിസ്റ്ററി, ബിബ്ലിക്കൽ ജോഗ്രഫി, ഇതേക്കുറിച്ചൊക്കെ എത്രയോ സിനിമകളാണ് പിടിച്ചത്.
ഈ സിനിമകൾ മുഴുവൻ പിടിച്ചതിന്റെ അവസാനം എന്ത് സംഭവിച്ചു? സിനിമയെല്ലാം പിടിച്ച് അവസാനം യൂറോപ്പിൽ ക്രിസ്ത്യാനിറ്റി ഇല്ലാതെയായി. അതാണ് സംഭവിച്ചത്. അതേസമയം നിങ്ങൾ ഇസ്ലാമിനെ നോക്കുക, അവരുടെ പ്രവാചകനെ കുറിച്ചോ ഒന്നും ഒരു സിനിമ അവർ പിടിച്ചിട്ടില്ല. നിങ്ങളവർക്ക് ഇത് ക്രിസ്ത്യാനിത്വത്തെ നന്നാക്കാനാണ്. ഓർത്തഡോക്സ് ട്രഡീഷൻ ആണ് ഇസ്ലാം അവലംബിച്ചത്. അതുകൊണ്ടാണ് അവർ നിലനിൽക്കുന്നത്. ഓർത്തഡോക്സി ഫോളോ ചെയ്തവർ. They followed orthodoxy in an unorthodox way. ഓർത്തഡോക്സിയിൽ എങ്ങനെയാണ് വിശ്വാസത്തെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? പാരമ്പര്യത്തിലൂടെയാണ്, നമസ്കാരത്തിലൂടെയാണ്. 7 നേരത്തെ നമസ്കാരം. ഇസ്ലാമിൽ അത് വന്നപ്പോൾ അവർ 5 നേരത്തെ നമസ്കാരമായി. അവർ സ്ട്രിക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്തു. പക്ഷെ പാശ്ചാത്യ സ്വാധീനത്തിൽ ഓർത്തഡോക്സ് സഭകൾ സ്വത്തം മറന്നപ്പോൾ ഓർത്തഡോക്സ് ഭൂമികകളും അവർക്ക് നഷ്ടമായി പോയി. അതാണ് സംഭവിച്ചത്. ഇപ്പൊ നിങ്ങൾ നോക്ക്, പാശ്ചാത്യർ എന്താ ചെയ്തേ? ഫിലിം ഷോ നടത്തി നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ. എന്താ വിശേഷം? ഫിലിം പിടിച്ച സ്ഥലങ്ങളിലൊന്നും ക്രിസ്ത്യാനി ഇല്ലാതെയായി, പള്ളി ഇല്ലാതെയായി. ഉള്ള പള്ളി വിൽക്കാൻ വെച്ചു. പള്ളികൾ പലതും പട്ടഷാപ്പായി, മോസ്കുകളായി ഒക്കെ മാറിപ്പോയി. ഞാൻ പറഞ്ഞത്, ഇത്രയും വിശാലവും വലുതും കീർത്തി കേട്ടതും പുരാതനവുമായ ഹാഗിയ സോഫിയ ഇതാ ഇസ്ലാമിന്റെ മോസ്കാകാൻ പോകും. അതിലും വലിയ പള്ളിയൊന്നുമല്ല കോതമംഗലം പള്ളി, അതിലും വലിയ പള്ളിയൊന്നുമല്ല പിറവം പള്ളി, അതിലും വലിയ പള്ളിയൊന്നുമല്ല മണർകാട് പള്ളി, അതിലും വലിയ പള്ളിയൊന്നും കേരളത്തിലില്ല. നിശ്ചയമായിട്ട് ഇടപ്പള്ളി പള്ളിയോ ഒന്നും അതിലും വലുതല്ല. മലങ്കരയിലെ ക്രൈസ്തവർ മനസ്സിലാക്കുക, സർവനാശത്തിന്റെ വക്കിൽ നിങ്ങൾ നിൽക്കുന്നു. സർവനാശത്തിന്റെ വക്കിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഒന്നുകിൽ നശിക്കുക, അല്ലെങ്കിൽ ഒന്നാവുക. 2 ഓപ്ഷനാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഒന്നുകിൽ ഒന്നാവുക, അല്ലെങ്കിൽ നശിക്കുക. മാർത്തോമാ ശ്ലീഹായുടെ ദുക്രോനയുടെ സമയത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഇടതുപക്ഷക്കാരെ കുറിച്ചാണ്. അപ്പൊ ചിലപ്പോൾ ചില സത്യങ്ങള് പറയണം എന്ന് ചിലർക്ക് തോന്നും, അവർ വേറൊരു രീതിയിൽ അത് പറയും. ഇപ്പൊ DYFIയുടെ ദേശീയ പ്രസിഡന്റും കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ മരുമോനൊക്കെ ആയിട്ടിരിക്കുന്ന മുഹമ്മദ് റിയാസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് കാണാം. ഇതാണ് മുഹമ്മദ് റിയാസ്. അദ്ദേഹം DYFIയുടെ ഒരു നേതാവാണ്. ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം അഖിലേന്ത്യാ പ്രസിഡന്റ് ആണ് എന്നാണ്. ഞാൻ നോക്കട്ടെ. ഇതാ നോക്കുക, PA മുഹമ്മദ് റിയാസ്. ഇതുണ്ടോ? നിങ്ങൾക്ക് ഇത് കാണാൻ ഞാൻ വിചാരിച്ചിരുന്നത്. RSSന്റെ BJP എന്നതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുസ്ലിം ലീഗ് എന്നായി മാറാൻ ഇനി എത്ര കാലം? ഇവിടെ നിങ്ങൾ ഈ പോസ്റ്റ് വായിക്കുക. RSSന്റെ BJP എന്ന പോലെ ജമാഅത്തെ ഇസ്ലാമി SDPയും UDFൽ അദൃശ്യ കക്ഷികളെ പോലെ പ്രവർത്തിക്കുന്നത് 2019 ഡിസംബർ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇതാ മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അദൃശ്യ കക്ഷികൾ ദൃശ്യകക്ഷികളായി UDFിലേക്ക് വരുമെന്ന സൂചനകൾ ചില മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രസ്ഥാനങ്ങളിലൂടെ വന്നു കഴിഞ്ഞു. മതനിരപേക്ഷ മനസ്സുകൾക്ക് ഒരിക്കലും യോജിക്കാനാകാത്ത ജമാഅത്തെ ഇസ്ലാമി, SDPI എന്നീ പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ടിനെതിരെ UDFിൽ നിന്ന് തന്നെ എതിർപ്പ് ഉയർന്നു കഴിഞ്ഞു. ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെയുള്ള ശബ്ദം കേവലം UDFിനകത്തുള്ള, നമ്മൾ ഈ പോസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഈ മുഹമ്മദ് റിയാസ് ഒരു മതനിരപേക്ഷകനാണെന്നും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം അങ്ങനെയാണെന്നും. എന്നാൽ കാലാകാലങ്ങളായി ക്രൈസ്തവർക്ക് നേരെ നടന്നിട്ടുള്ള അതിക്രമങ്ങളിൽ, ഈ ക്രൈസ്തവർ എന്ന് പറയുമ്പം ഈ കേരളത്തിലെ ചില പരിവർത്തന ക്രിസ്ത്യാനികൾ തിരുവല്ല ഭാഗത്ത് നടത്തുന്ന ചില കവലയോഗങ്ങൾക്ക് കൂട്ടിരിപ്പുകാരായി DYFIക്കാർ പോയതൊന്നുമല്ല ഞാനീ പറയുന്നു. ക്രിസ്ത്യാനി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ഒറിജിനൽ ക്രിസ്ത്യാനി അനുഭവിച്ച കഷ്ടതയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ ഈ സൂചിക്കോതം കിട്ടാൻ വേണ്ടി ഈ അനിൽക്കൊടിത്തോട്ടത്തെ പോലെയുള്ള കുറെ ആളുകളൊക്കെ അവർ ഈ വഴിസൈഡിൽ പാട്ട് പാടുമ്പം DYFIക്കാർ കൂട്ടിരിക്കാൻ പോകുന്ന ആ ഒരു കാര്യമല്ല. ആഗോളതലത്തിൽ ചരിത്രത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്കുണ്ടായ പീഡനങ്ങളിൽ, ഇപ്പം ക്രിസ്തുമസ് ദിവസം നൈജീരിയയിൽ കൊല്ലപ്പെട്ട ക്രൈസ്തവരെ ഒരു ഇടതുപക്ഷ നേതാവും അതിൽ അപലപിച്ചില്ല.
ഞെട്ടൽ രേഖപ്പെടുത്തിയില്ല. ശ്രീലങ്കയിൽ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു, ആരും ഞെടുക്കം രേഖപ്പെടുത്തിയില്ല. അപ്പൊ ഇസ്ലാമിക ഭീകരവാദത്തിന് പുറകിലൂടെ കൈകൊടുത്തിരിക്കുന്നത് ഇടതുപക്ഷമാണ്. അത് കേരളത്തിലെ രാഷ്ട്രീയമല്ല ഞാൻ പറഞ്ഞു, ആഗോളതലത്തിൽ തന്നെ അങ്ങനെയാണ്. ഇത് അച്യുതന്റെ ശക്തിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും നിങ്ങൾ വൈകിപ്പോവും. ഇപ്പോ മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് വരികൾക്കിടയിലൂടെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്, ഇസ്ലാമിക രാജ്യസ്ഥാപനം എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് മുസ്ലിം ലീഗ് ഒരു പടി കൂടെ അടുത്തിരിക്കുന്നു എന്നുള്ളൊരു സൂചന മുഹമ്മദ് റിയാസ് കൊടുക്കുക. നമ്മളിപ്പോ നോക്കി, പണ്ടൊക്കെ മുസ്ലിം ലീഗിൽ മാത്രമാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. കോൺഗ്രസിന്റെ യുവജന നേതാവ് ആരാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്കൊരു ഇസ്ലാം മതത്തിൽ നിന്നുള്ള വ്യക്തിയെ കാണാൻ പറ്റും. ഇടതുപക്ഷ നേതൃത്വ സ്ഥാനത്ത് നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റും. പണ്ട് മുസ്ലിം ലീഗിൽ മാത്രം ഒതുങ്ങി നിന്ന അവർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും കീ പോസ്റ്റുകളിൽ, താക്കോൽ സ്ഥാനങ്ങളിൽ എത്തിക്കഴിഞ്ഞു. പക്ഷേ ക്രൈസ്തവർക്ക് എന്താ സംഭവിച്ചത്? നാശകരമായ പാശ്ചാത്യ സുവിശേഷം, കർത്താവ് മുകളിൽ നിന്ന് വരും, ഉരുട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള രാഷ്ട്രീയം മോശമാണ്, രാഷ്ട്രീയത്തിൽ ആരും ഇടപെടരുത്, നമ്മൾ ഡ്രം അടിച്ച് സ്വോത്രം ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞിട്ടുള്ള നാശകരമായ ഉപദേശം. പെന്തക്കോസ്തിൽ പോകാത്തവരും പെന്തക്കോസ്ത് ഉപദേശത്തിൽ സ്വാധീനിക്കപ്പെട്ടു. നല്ല കുടുംബത്തിൽപ്പെട്ടവരൊക്കെ പിള്ളേർ പറയും രാഷ്ട്രീയത്തിൽ പോകരുത്, മോശമാണ്. അങ്ങനെ ക്രിസ്ത്യാനികളിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്നവരുടെ എണ്ണം കുറഞ്ഞപ്പം മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് അവരുടെ പരമ്പരാഗത ചിന്തകൾക്കപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും അവർ പ്രവർത്തിക്കുകയാണ്. ഞാനതിൽ തെറ്റു പറയുന്നില്ല, അങ്ങനെയാണ് ഏതൊരു കമ്മ്യൂണിറ്റിയും ചെയ്യേണ്ടത്. ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അവരുടെ ആ ദീർഘവീക്ഷണത്തെ. പക്ഷെ ഇവിടെ ആത്മീകം മൂത്തിട്ട് അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി എന്ന് പറഞ്ഞിരുന്ന് സ്വന്തം കൊമ്പ് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രോൾ വരുമ്പോൾ പരിഹസിക്കുക, കേരള കോൺഗ്രസ് പിരിച്ചുവിടണമെന്നുള്ളതിൽ ആർക്കും എതിരഭിപ്രായമില്ല. പക്ഷെ മുസ്ലിം ലീഗ് പിരിച്ചുവിടണമെന്ന് ആരും ഇതുവരെ പറഞ്ഞു? ആരും പറയത്തില്ല. നസ്രാണികളുടെ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാതെയാകണം, അതെല്ലാവരുടെ ആവശ്യമാണ്. നസ്രാണികൾക്കും താല്പര്യമാണ്. കേരള കോൺഗ്രസ് പിരിച്ചുവിടണം, വളരെ ആവശ്യമാണ്. പക്ഷേ മുസ്ലിം ലീഗ് പിരിച്ചുവിടണ്ട. അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, ഈ തെറ്റായ മതചിന്ത, പാശ്ചാത്യ ചിന്തകൾ കേരളത്തിൽ മാർത്തോമാ ശ്ലീഹായുടെ സഭയെ ക്ഷയിപ്പിക്കുകയാണ്. ഇല്ലാതായി കഴിഞ്ഞു. നാശത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്ന മാർത്തോമാ ശ്ലീഹായുടെ സഭ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാനാണ് ഞാനിത് പറഞ്ഞത്. വളരെ ദയനീയമായ ഒരു സ്ഥിതിയാണ് കേരള ക്രൈസ്തവർ നേരിടുന്നത്. വീടുകളിൽ വൃദ്ധ മാതാപിതാക്കൾ മാത്രമായി അവശേഷിക്കുന്നു. ക്രൈസ്തവർ ദുർബലരായി കഴിഞ്ഞു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പം നമ്മൾ കാണുന്നത് മാർത്തോമാ ശ്ലീഹായുടെ സഭയിലെ രണ്ട് കക്ഷികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നുണ്ടാകുന്ന ശണ്ട, യാക്കോബായ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന തെരുവിൽ തല്ലും മത്സരവും. ആ ഇരു സഭകളുടെയും നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകണം. കാരണം തലമുറയ്ക്ക് വേണ്ടി, ഭാവിക്ക് വേണ്ടി അതിന് തയ്യാറാകണം. കാരണം തെറ്റായ വ്യാഖ്യാനങ്ങളാണ് ഈ പാശ്ചാത്യ സുവിശേഷം കൊണ്ടുവരുന്നത്. പാശ്ചാത്യ ക്രിസ്ത്യാനികള് ബൈബിൾ വ്യാഖ്യാനിക്കുന്നു, അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാല്, ഇപ്പൊ സോളാർ പാനൽ എന്നിപ്പോ പറഞ്ഞു കഴിയുമ്പം ഈ 2017, 2018 കാലഘട്ടങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ പരിചയപ്പെട്ടിരിക്കുന്ന ഓരോ മലയാളികൾക്കും സരിത എസ് നായരുടെ കാര്യം ഓർമ്മ വരും. ആ സ്കാൻഡൽസ് എല്ലാം ഓർമ്മ വരും, വിവാദങ്ങൾ അതിൽ ഉൾപ്പെട്ടവർ. അപ്പം സോളാർ പാനൽ എന്ന് പറയുമ്പോൾ, പക്ഷെ നിങ്ങൾ അവർക്ക് ഒരു 100 വർഷമോ 150 വർഷമോ കഴിഞ്ഞിട്ട് ആരെങ്കിലും ഇരുന്നിട്ട് ഈ സോളാർ പാനൽ എന്ന് വായിച്ചാൽ അവർക്ക് ഇതെല്ലാം അറിയണമെന്നില്ല. കാരണം അവർ വായിക്കുന്നത് ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് മാത്രം വായിച്ചാൽ കാര്യം മനസ്സിലാകത്തില്ല, കോണ്ടെക്സ്റ്റ് വായിക്കണം. ഇപ്പൊ ടെക്സ്റ്റ് അല്ല, കോണ്ടെക്സ്റ്റ് വായിക്കും. കോണ്ടെക്സ്റ്റ് അറിയത്തില്ല. അപ്പൊ കോണ്ടെക്സ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ
എന്താണ് അവിടെ ആക്ച്വലി സംഭവിച്ചതെന്ന് മനസ്സിലാകത്തുള്ളൂ. വേറെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഭാവനയെ കാണുക, ഒരു ന്യൂക്ലിയർ വാർ, ഒരു ആണവ യുദ്ധമോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയൊരു പ്രകൃതിക്ഷോഭമോ ദുരന്തമോ അല്ലെ മനുഷ്യവർഗം വലിയ തോതിൽ നശിച്ചുപോയി, സംസ്കാരം തന്നെ നശിച്ചു പോകുന്ന ഒരു കാര്യം സംഭവിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ 100-200 വർഷം കഴിഞ്ഞ് കേരളത്തിൽ ഒരു എക്സ്കവേഷൻ നടക്കുകയാണ്. അപ്പൊ കേരളത്തിൽ എക്സ്കവേഷൻ നടന്ന് ഒരു പത്രക്കടലാസ് കിട്ടി, കണ്ടെടുത്തു. അപ്പൊ അതിൽ നിന്ന് അവർ വായിക്കുകയാണ്, കേരളത്തിൽ ഇക്കുറിയും താമര വിരിഞ്ഞില്ല, കേരളത്തിൽ ഇക്കുറിയും താമര വിരിഞ്ഞില്ല. ഇത്രയേ ഉള്ളൂ കിട്ടിയുള്ളൂ പത്രത്തിൽ. അത് ഇന്ന് നമുക്കറിയാം എന്താണ്, കഴിഞ്ഞ ഇലക്ഷനിൽ BJPക്ക് സീറ്റ് ഒന്നും കിട്ടിയില്ല, ഇതാണ് അതിന്റെ അർത്ഥം. പക്ഷെ 200 വർഷം കഴിഞ്ഞ് ടെക്സ്റ്റ് മാത്രം കിട്ടി, കോണ്ടെക്സ്റ്റ് അറിയത്തില്ല. അപ്പൊ ടെക്സ്റ്റ് മാത്രം കിട്ടുന്നവരിന്ന് വായിക്കും, കേരളത്തിൽ ഇക്കുറിയും താമര വിരിഞ്ഞില്ല. ഓക്കെ, അപ്പൊ എല്ലാ കൊല്ലവും ധാരാളം താമരപ്പൂക്കൾ വിരിഞ്ഞിരുന്ന ഒരു സ്ഥലമാണ് കേരളം. അപ്പൊ സായിപ്പ് ചോദിക്കും ശരിയല്ലേ? അപ്പൊ മദാമ പറയും ശരിയാണ്. അപ്പൊ ആദ്യത്തെ നോട്ട് എഴുതി, മദാമ എഴുതി. അപ്പൊ കേരളത്തിൽ ധാരാളം താമര ഉണ്ടായിരുന്നു, താമര കുളങ്ങൾ ഉണ്ടായിരുന്നു, വിവിധ തരം താമരകൾ ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ 2018 താമര വിരിഞ്ഞില്ല. എന്തായിരിക്കും കാരണം? പ്രത്യേകതരം ഒരു വണ്ടുകൾ വടക്കേണ്ടി വന്ന് കേരളത്തിലെ താമരയെല്ലാം കുത്തിക്കും. ഇങ്ങനെയുള്ള ഇതാണ് പെന്തക്കോസ്ത് ബൈബിൾ സ്റ്റഡി. കാരണം പെന്തക്കോസ്തുകാർക്ക് ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ, കോണ്ടെക്സ്റ്റ് ഇല്ല. ടെക്സ്റ്റ് ഉണ്ട് അവർക്ക്, കോണ്ടെക്സ്റ്റ് ഇല്ല. അപ്പൊ കോണ്ടെക്സ്റ്റ് ഇല്ലാതെ ടെക്സ്റ്റ് മാത്രം വെച്ച് പലതരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് എടുത്തിയാടുകയാണ്. പക്ഷേ സുറിയാനി സഭയെ സംബന്ധിച്ച് ടെക്സ്റ്റിനേക്കാൾ ഉപരിയായി കോണ്ടെക്സ്റ്റ് അവർക്കുണ്ട്. എന്ത് കോണ്ടെക്സ്റ്റിലാണ് ഇത് എഴുതിയത് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് സഭയോട് ചേർന്ന് നിന്ന് ബൈബിൾ പഠിക്കണം, സഭയിലേക്ക് മടങ്ങണം, നാശകരമായ മതഭേദങ്ങളിൽ കുടുങ്ങിപ്പോകരുത് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഗ്രീക്ക് തത്വചിന്തയാണ് ഈ ശൂന്യതയിൽ നിന്ന് സകലവും സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത്. ഗ്രീക്ക് പുരാണങ്ങളിലെ ദൈവങ്ങളുടെ വംശാവലിയുണ്ട്. അപ്പൊ അതില് അവർ പറയുന്ന ഏറ്റവും അവസാനം അവർ ചെല്ലുമ്പോ കയോസ്, ശൂന്യതയായിരുന്നു, ക്രമരഹിതമായി ശൂന്യത, ആ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ ആ ഒരു ആശയമാണ് ഒന്നുമില്ലായ്കയിൽ നിന്ന് തന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. ദൈവം നമ്മെ സൃഷ്ടിച്ച് ഒന്നുമില്ലായ്കയിൽ നിന്നല്ല. ഒന്നുമില്ലായ്ക എന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ തിയോളജിയിലില്ല. കാരണം ദൈവം അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാണ്. അനാദിയായും ശാശ്വതമായും ദൈവം നമ്മുടെ ദൈവമാണ്. ഇപ്പൊ ദൈവം നിൽക്കുമ്പോ എങ്ങനെ ഒന്നുമില്ലാഴിക ഉണ്ടാകുന്നേ? ഒന്നുമില്ലാഴിക എന്ന് പറഞ്ഞൊരു ഇല്ലാഴിക യഥാർത്ഥ ക്രിസ്ത്യാനിക്കില്ല. ഈ ക്രിസ്ത്യാനിയെ കൊണ്ട് മുഴുവൻ ഈ ഗ്രീക്ക് ഫിലോസഫി പാടിച്ചു എന്നുള്ളതാണ് ഈ മതത്തിന്റെ സ്വാധീനം. എല്ലാവരും ഇരുന്ന് പാടും, ഒന്നുമില്ലായ്കയിൽ നിന്നെ, ഏതൊന്നുമില്ലായ്കയിൽ നിന്ന്. ആദാമിനെ സൃഷ്ടിച്ച കാര്യമാണെങ്കിൽ എല്ലാം ഉണ്ടായിരുന്നു അവിടെ. പക്ഷികളും പറവകളും പുഴകളും താഴ്വരകളും അരുവികളും എല്ലാം സൃഷ്ടിച്ച്, ഏദൻ തോട്ടം ബ്യൂട്ടിഫുൾ ആയി സൃഷ്ടിച്ചതിന് ശേഷം സ്വർണ്ണത്തരിയുള്ള പീശോൻ തോടിന്റെ കരയിൽ നിന്നുള്ള മണ്ണെടുത്ത് കുഴച്ചിട്ടാണ് ആദാമിനെ സൃഷ്ടിച്ചത്. ഒന്നുമില്ലാഴികയിൽ നിന്നുമല്ല സൃഷ്ടിച്ചത്. ഈ തരത്തിൽ നമ്മൾ ഓരോന്നും പഠിക്കുമ്പോൾ ഈ പെന്തക്കോസ്ത് മതം നാശമല്ലാതെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് മാർത്തോമാ ശ്ലീഹായുടെ ക്രൈസ്തവർ, മാർത്തോമൻ ക്രിസ്ത്യാനികൾ ഐക്യത്തിന്റെ പതാകയ്ക്ക് കീഴിൽ ഒരുമപ്പെടണം. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ 8 കഷണമായിട്ട്, അല്ലെങ്കിൽ വാക്കുകൾ അറം പറ്റിയല്ലേ 7 അരപ്പള്ളി പറഞ്ഞ പോലെ 7 മെയിൻ കഷ്ണവും പിന്നെ ഒരു അരക്കഷ്ണവുമായിട്ട് ചിതറിക്കിടക്കുകയാണ്. ആ ചിതറിക്കിടക്കുന്ന ക്രൈസ്തവർ സഹവർത്തിത്വത്തിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും ഒന്നിക്കുകയും അതിശക്തമായി തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗം സഹോദരന്മാരാണെന്നുള്ള തിരിച്ചറിവിൽ ഒന്നിക്കുകയും ചെയ്യണം എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഈ മാർത്തോമാ ശ്ലീഹയുടെ ദുഃഖ്രോന ദിവസത്തിൽ എനിക്കുള്ളത്. ഇത് ദീർഘനാളായിട്ടുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ഗ്ലോറിയസ് ഗോസ്പൽ ഫോളോവേഴ്സും മലങ്കര സഭയിലെ ശാശ്വത സമാധാനത്തിനായി പ്രാർത്ഥിക്കാം.
മാർത്തോമൻ ക്രിസ്ത്യാനികൾ എന്നൊരു വിഭാഗം കേരളത്തിൽ ജീവിച്ചിരുന്നു എന്ന് സംശയിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള വിധത്തിൽ ഫ്യൂച്ചർ റെഫറൻസുകൾ അല്ലെങ്കിൽ ഉണ്ടാകും. കാരണം സിറിയയിലെ ക്രിസ്ത്യാനികളെ കുറിച്ച്, തുർക്കിയിലെ ക്രിസ്ത്യാനികളെ കുറിച്ച്, സിറിയൻ ക്രിസ്ത്യൻസ് കൊല്ലപ്പെട്ടതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ലൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പല പണ്ഡിതന്മാരും ഫേസ്ബുക്കിൽ അവിടെ ഇവിടെ ഇരുന്നിട്ട് പെന്തക്കോസ്തിയിൽ നിന്ന് വന്ന ഒരു താടിക്കാരൻ എന്തോ അസുഖം ഉണ്ടായിട്ട് പറയുന്നതെന്നൊക്കെ ചരിത്ര യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്കിപ്പോൾ പരിഹാസമായിട്ട് തോന്നും. നിങ്ങൾ ഇത് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ കേരളത്തെക്കുറിച്ച് ആളുകൾ പോസ്റ്റ് ഇടും. കേരളത്തിൽ പണ്ട് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് കുറെ പേരുണ്ടായിരുന്നെന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തിരുത്താനുള്ള സമയമാണിത്. ഈ ദിവസം വളരെ അനുഗ്രഹത്തിന്റെയും ധന്യതയുടെയും ദിവസമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നേർ ശിഷ്യനായിരുന്ന പരിശുദ്ധനായ തോമാസ് ലീഹ, സെയിന്റ് തോമസ്, ഭാരത മണ്ണിൽ രക്തം ചീന്തി ക്രിസ്തുവിന്റെ സാക്ഷിയായി. ഇന്ത്യയുടെ കാവൽ പിതാവ്. നാം എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിന്റെ അപ്പോസ്തലനിൽ നിന്ന് നേരിട്ട് സുവിശേഷം കേൾക്കുവാൻ ഭാഗ്യം കിട്ടിയവരുടെ പിൻഗാമികൾ. കഴിഞ്ഞ വർഷം ഞാൻ ഡിസ്നി വേൾഡിൽ നിൽക്കുമ്പോൾ കുറച്ച് ചെറുപ്പക്കാർ, സായിപ്പുമാർ പിള്ളേരാണ്, ആൺപിള്ളേരും പെൺപിള്ളേരും എല്ലാം കൂടെ എൻ്റെ അടുത്ത് വന്നു എന്നെ ഇവാഞ്ചലൈസ് ചെയ്യുവാൻ. അവരെന്നോട് ഗോസ്പൽ പറഞ്ഞു. അവരുടെ നല്ലൊരു വർക്കാണ്. ഡിസ്നി വേൾഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥലമാണ്. മനുഷ്യന്റെ ഭാവനയിൽ എത്തുകയില്ല. 42,000 ഏക്കറാണ്. 42,000 ഏക്കറിനകത്തുള്ള ഒരു പാർക്കാണ്. 1,00,000 കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വലിയ ജനക്കൂട്ടമാണ് അവിടെ. വലിയ ഉത്സവം പോലെ, തൃശ്ശൂർ പൂരം പോലെ ഇങ്ങനെ. അപ്പൊ അതിനകത്ത് എന്നെ കണ്ടപ്പോൾ എൻ്റെ സ്കിന്ന് കണ്ടോണ്ടായിരിക്കും എൻ്റെ അടുത്ത് വന്നവർ ട്രാക്റ്റ് ഒക്കെ തന്നു ഗോസ്പൽ പറയാൻ. ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ മാർത്തോമാ ശ്രീയായിൽ നിന്ന് സെയിന്റ് തോമസ്. അവർക്ക് വലിയ ആശ്ചര്യമായി. അവരത് കേട്ടിട്ടേ ഇല്ല. ക്രിസ്തുവിന്റെ അപ്പോസ്തലൻ ഞങ്ങൾക്ക് നേരിട്ട് സുവിശേഷം നൽകി. ഞങ്ങൾ ക്രിസ്ത്യാനികളായി 1500 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അമേരിക്ക ഓരോ ക്രിസ്ത്യാനികൾ ഉണ്ടാകാൻ തുടങ്ങിയെന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. പാരമ്പര്യത്തെക്കുറിച്ച് ഓർക്ക്. നാം എത്ര ധന്യരാണ്. ക്രിസ്തുവിന്റെ അപ്പോസ്തലനിൽ നിന്ന് നേരിട്ട് സുവിശേഷം കേട്ട അവരുടെ പിൻഗാമികളായി കേരളത്തിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാർത്തോമൻ ക്രൈസ്തവരായിട്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഈ ദുഃഖറോനയിൽ പ്രാർത്ഥനാശംസകൾ നേരുന്നു. സഭയുടെ ഐക്യത്തിനായും മലങ്കര നസ്രാണികളുടെ ഉണർവിനായും നവോത്ഥാനത്തിനായും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. മാർത്തോമാ തൻ ദുഃഖറോനു കൊണ്ടാടും നാൾ ഭൂസ്വർഗങ്ങൾക്കാനന്ദം കല്ലോലത്തല്ലാലേതും ചാഞ്ചല്യം ബാധിക്കാത്തോരാധാരം പോൽ തന്നുള്ളിൽ അവനെ സംസ്ഥാപിച്ചോനെ സഭയും സുതരും വാഴ്ത്തുന്നു. കണ്ടാലും തൽ സ്മൃതി ധന്യം, തൽ പ്രാർത്ഥന നമ്മൾക്കഭയം. മാർത്തോമാ പണ്ഡിത വൈദ്യ രോഗാർത്തർക്കായി സൗഖ്യമേറ്റിടുവാനധികാരം തേ നൽകി പരൻ. പാർത്താൽ നിന്നസ്ഥികളത്രേ ഞങ്ങൾക്കഭയം. ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാൽ നൽകിയിടട്ടെ. ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും.
അലോഹദുഹൈലേ ബാഗുനോ ലനാസിഹോ ഓ മോർത്തോമ വസ്കോവാനസാ വാദി ക്ലീലോദു സോക്കു സോബുയദ് ഹൈലോ ആലോ ഹോയോ ലേശാബാ ഗോദായ് കുലഹിൻ വെറിയോസേ യാതിർ രാമരേ നൗവേ ലശുമേ കാദീശു ലവൽമീ. മാർത്തോമാ നിൻ സ്മൃതി ഭൂമിയിലും വാനിലുമാഘോഷിക്കുന്നു. ഭൂമിതലേ മർത്യരുമാകാശേ വാനവരും മോദിക്കുന്നു. നിൻ പോരാട്ടത്തിൽ നോക്കി കർത്താവാഹ്ലാദിക്കുന്നു. സദ്ഭടനെ ശാശ്വതരാജ്യം വന്നവകാശിക്കെന്നേവം നിന്നോടീശൻ